2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ തുമ്പ VSSCയിലെ മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹമായ ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടറുമായ വ്യക്തി ആർ. മാണിക്യവാസകം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ഡിവല്യൂഷൻ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കർണാടകം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ഡിവല്യൂഷൻ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കർണാടകം. ഡിവല്യൂഷൻ റാങ്ക് എന്ന് വെച്ചാൽ വികേന്ദ്രീകരണ സൂചിക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ ഒരു സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തിയത് കർണാടകമാണ്. രണ്ടാം സ്ഥാനം കേരളം, മൂന്നാം സ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തെലങ്കാന. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തെലങ്കാന. 8ാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിന് വേദിയായത് മസ്കറ്റ്. 8ാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിന് വേദിയായത് മസ്കറ്റ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലമാണ്. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. രണ്ടാം സ്ഥാനം കൊടകര. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. രണ്ടാം സ്ഥാനം കൊടകര. പെരുമ്പടപ്പ് മലപ്പുറമാണ്, കൊടകര തൃശ്ശൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം. രണ്ടാം സ്ഥാനം ഉഴമലക്കൽ, തിരുവനന്തപുരം. ഉഴമലക്കൽ, തിരുവനന്തപുരം. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി, വടക്കാഞ്ചേരി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി, തൃശ്ശൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം, തിരുവനന്തപുരം. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം, തിരുവനന്തപുരം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച ജില്ല കൊല്ലം, രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മലപ്പുറം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, കോട്ടയം. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. സംസ്ഥാന തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത് ഒറ്റശേഖരമംഗലം, തിരുവനന്തപുരം. ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. ഡീപ് സീക്ക് വിലക്കിയ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനി മത്സ്യ 6000. കടലിലെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനി മത്സ്യ 6000. കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് പാലക്കാട്. കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് പാലക്കാട്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി എൻപ്രൗഡ്. എൻപ്രൗഡിന്റെ ഫുൾ ഫോം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി എൻപ്രൗഡ്.
2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കർ. 2024 BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കർ. ഒരു ഒളിമ്പിക് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് അവ്നി ലഖാര. പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് അവ്നി ലഖാര. 3 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവ്നി ലഖാര. 2024 BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കറും അവ്നി ലഖാരയുമാണ്. അവ്നി ലഖാര പാരാ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിനാണ് അർഹയായത്. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രിയാപ്പ്. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് ആക്രിയാപ്പ്. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് അനന്ത. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് അനന്ത. ബംഗളൂരിൽ മഹാദേവപുരത്താണ് ഈ ഒരു ഓഫീസ് ആരംഭിച്ചത്. ദൂരദർശൻ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. ദൂരദർശൻ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട്. 72ാം ലോക സുന്ദരി മത്സരത്തിന്, അതായത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്നത് ഹൈദരാബാദ്. 72ാം മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്നത് ഹൈദരാബാദ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസസ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല കാസർഗോഡ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസസ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ്. ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കോട്ടയം. കൂടുതൽ കാസർഗോഡും കുറവ് കോട്ടയത്തുമാണ്. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഹരിയാന. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഹരിയാന. കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടി നയനാമൃതം 2.0. കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടി നയനാമൃതം 2.0. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ ആസാം. പൂർണിമ ദേവി ബർമൻ ആസാം. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ 4 സമന്വയിക്കുന്ന നൃത്തരൂപം യാജ്ഞസേനി. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ 4 സമന്വയിക്കുന്ന നൃത്തരൂപം യാജ്ഞസേനി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ കെ പി ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ കെ പി ശങ്കരൻ. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും ഫലകവുമാണ് സമ്മാനം. പൂന്താനം ദിനമായ മാർച്ച് 3-നാണ് പുരസ്കാരം കൈമാറുന്നത് അല്ലെങ്കിൽ സമ്മാനിച്ചത്. ചൈനയിൽ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് HKU5. ചൈനയിൽ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് HKU5. പഠനത്തിന് നേതൃത്വം നൽകിയ ബാറ്റ് വുമൺ എന്ന വിളിപ്പേര് ലഭിച്ച ഗവേഷക ഷി ഷെങ്ലി. ചൈനയിൽ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസാണ് HKU5. പഠനത്തിന് നേതൃത്വം നൽകിയ ബാറ്റ് വുമൺ എന്ന വിളിപ്പേര് ലഭിച്ച ഗവേഷക ഷി ഷെങ്ലി. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം തങ്കശ്ശേരിക്ക് സമീപമാണ്. 2030-നകം സമുദ്രത്തിന്റെ 30% സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം എന്നതാണ് UN തീരുമാനം. ഇപ്പൊ രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം തങ്കശ്ശേരിക്ക് സമീപം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ബൈഫേഷ്യൽ സോളാർ പ്ലാന്റ് അനാച്ഛാദനം ചെയ്തത് ഡൽഹിയിലെ ഓഖ്ല വിഹാർ മെട്രോ സ്റ്റേഷൻ. ഓഖ്ല വിഹാർ മെട്രോ സ്റ്റേഷൻ, ഡൽഹി. ഇരുവശത്തു നിന്നും സൂര്യപ്രകാശം പിടിച്ചെടുക്കുന്നതിനാണ് ബൈഫേസ് പാനലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇരുവശത്തു നിന്നും സൂര്യപ്രകാശം പിടിച്ചെടുക്കുന്നതിനാണ് ബൈഫേസ് പാനലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ബൈഫേഷ്യൽ സോളാർ പ്ലാന്റ് അനാച്ഛാദനം ചെയ്തത് ഡൽഹിയിലാണ്. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് സിജു വിൽസൺ. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് സിജു വിൽസൺ. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ധർമ്മ ഗാർഡിയൻ. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ധർമ്മ ഗാർഡിയൻ. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിഷി മർലേന. ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിഷി മർലേന. ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിതയാണ് അതിഷി. ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിതയാണ് അതിഷി. ഏപ്രിൽ 7 ആരോഗ്യ ദിനാഘോഷത്തിൽ ലോകാരോഗ്യ സംഘടന ഊന്നൽ നൽകുന്നത് മാതൃ നവജാത ശിശു ആരോഗ്യത്തിനും അതിജീവനത്തിനും. ഇപ്പൊ ഏപ്രിൽ 7 ആരോഗ്യ ദിനാഘോഷത്തിൽ ലോകാരോഗ്യ സംഘടന ഊന്നൽ നൽകുന്നത് മാതൃ നവജാത ശിശു ആരോഗ്യത്തിനും അതിജീവനത്തിനുമാണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി K4 കെയർ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി K4 കെയർ. അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന്റെ ആത്മകഥ ഏകാന്ത പഥികൻ ഞാൻ. അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന്റെ ആത്മകഥ ഏകാന്ത പഥികൻ ഞാൻ. ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഹൈപ്പർലൂപ്പ് എന്ന സാങ്കേതിക സംവിധാനം തയ്യാറാക്കുന്ന IIT മദ്രാസ് IIT. ഹൈപ്പർലൂപ്പ് എന്ന സാങ്കേതിക സംവിധാനം തയ്യാറാക്കുന്ന IIT മദ്രാസ് IIT. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ മേധാവിയായി ചുമതലയേറ്റത് തുഹിൻ കാന്ത പാണ്ഡെ. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ മേധാവിയായി ചുമതലയേറ്റത് തുഹിൻ കാന്ത പാണ്ഡെ. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭം ബേലി. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭം ബേലി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാർ. ഒരു രാജ്യം ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി മുതൽ ലഭ്യമാകുന്ന നമ്പർ 112. ഒരു രാജ്യം ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി മുതൽ ലഭ്യമാകുന്ന നമ്പർ 112. സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്, മലപ്പുറം. സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസാണ് ഏറനാട്, മലപ്പുറം. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യം പാകിസ്ഥാൻ. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യം പാകിസ്ഥാൻ. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് മിസോറാം. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് മിസോറാം. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ M ലീലാവതി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ M ലീലാവതി. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിൻ. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിൻ. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടൻ. യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടൻ. 7ാമത് ഓസ്കാർ പുരസ്കാരം. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ അവതാരകൻ
കോനൻ ഒബ്രയാൻ ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്ന ഇന്ത്യക്കാരെ അവതാരകൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ ഒരു ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നത്. അപ്പോൾ 97ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ അവതാരകൻ കോനൻ ഒബ്രയാനാണ്. ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്ന ഇന്ത്യക്കാരെ അവതാരകൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ ഒരു ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നത്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏഡ്രിയാൻ ബ്രോഡി, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറ. മികച്ച സിനിമ അനോറ. അപ്പോൾ 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏഡ്രിയൻ ബ്രോഡി, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറ. മികച്ച സിനിമ അനോറ. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്. മികച്ച ആനിമേറ്റഡ് ചിത്രം ഷോർട്ട് കാറ്റഗറിയിലാണെങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. മികച്ച ആനിമേറ്റഡ് ചിത്രം ഫീച്ചർ കാറ്റഗറിയിലാണെങ്കിൽ ഫ്ലോയാണ്. മികച്ച സഹനടൻ കീറൻ കൾക്കിൻ. മികച്ച സഹനടി സോയി സൽദാന. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, ബ്രസീലിയൻ ചിത്രമാണ്. മികച്ച വിഷ്വൽ എഫക്ട്സ്, മികച്ച ശബ്ദലേഖനം ഡ്യൂൺ പാർട്ട് 2. അപ്പം 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് കീറൻ കൾക്കിനാണ്. മികച്ച സഹനടി സോയി സൽദാന. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, ബ്രസീലിയൻ ചിത്രമാണ്. മികച്ച വിഷ്വൽ എഫക്ട്സ്, മികച്ച ശബ്ദലേഖനം ഡ്യൂൺ പാർട്ട് 2. മികച്ച ചിത്രം, സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നീ 4 ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കിയത് സീൻ ബേക്കർ അഥവാ ഷോൺ ബേക്കർ, അനോറ എന്ന ചിത്രത്തിന്റെ ഡയറക്ടറാണ്. മികച്ച സിനിമ, മികച്ച സംവിധാനം, മികച്ച നടി ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കൻ ചിത്രം അനോറ. അപ്പോൾ 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളുടെ അവാർഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ അവതാരകൻ കോനൻ ഒബ്രയാനാണ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാർ പുരസ്കാര ചടങ്ങുകളിൽ കാണുന്ന ഇന്ത്യക്കാരെ അവതാരകൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ ഒരു ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നത്. ഇനി മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏഡ്രിയാൻ ബ്രോഡിയാണ്, ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മൈക്കി മാഡിസൺ, ചിത്രം അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ, ചിത്രം അനോറ. മികച്ച സിനിമ അനോറ. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്. മികച്ച ആനിമേറ്റഡ് ചിത്രം ഷോർട്ട് കാറ്റഗറി ആണെങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. മികച്ച ആനിമേറ്റഡ് ചിത്രം ഫീച്ചർ കാറ്റഗറിയിലാണെങ്കിൽ ഫ്ലോയാണ്. മികച്ച സഹനടൻ കീറൻ കൾക്കിൻ. മികച്ച സഹനടി സോയി സൽദാന. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, ബ്രസീലിയൻ ചിത്രമാണ്. മികച്ച വിഷ്വൽ എഫക്ട്സ്, മികച്ച ശബ്ദലേഖനം ഡ്യൂൺ പാർട്ട് 2. മികച്ച ചിത്രം, സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നീ 4 ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കിയത് സീൻ ബേക്കർ, അനോറ. മികച്ച സിനിമ, മികച്ച സംവിധാനം, മികച്ച നടി ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കൻ ചിത്രം അനോറ. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ്. ഈ നേട്ടം ആദ്യമായി സ്വന്തമാക്കിയ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ്. അപ്പോൾ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ്. ഈ നേട്ടം ആദ്യമായി സ്വന്തമാക്കിയ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് ഗുജറാത്ത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് ഗുജറാത്ത്. ജൈവ വൈവിധ്യ കൺവെൻഷനിലെ അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സമ്മേളനത്തിന്റെ 16ാമത് യോഗത്തിന്റെ വേദി റോം, ഇറ്റലി. ജൈവ വൈവിധ്യ കൺവെൻഷനിലെ സമ്മേളനത്തിന്റെ 16ാമത് യോഗത്തിന്റെ വേദി റോം, ഇറ്റലി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പരിശീലകൻ അമയ് ഖുറേസിയ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പരിശീലകൻ അമയ് ഖുറേസിയ.
EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഇന്ത്യ വിയറ്റ്നാം നാവികസേനകൾക്കായി പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കേരളത്തിലെ സ്ഥാപനം കെൽട്രോൺ. യുദ്ധക്കപ്പലുകളിലേക്ക് അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സംവിധാനമായ മാരിച്ച് ടോഡ് അറേ ആണ് നിർമ്മിച്ചു നൽകുന്നത്. അപ്പോൾ ഇന്ത്യ വിയറ്റ്നാം നാവികസേനകൾക്കായി പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കേരളത്തിലെ സ്ഥാപനം കെൽട്രോൺ ആണ്. യുദ്ധക്കപ്പലുകളിലേക്ക് അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സംവിധാനമായ മാരിച്ച് ടോഡ് അറേ ആണ് നിർമ്മിച്ചു നൽകുന്നത്. മാരിച്ച് ടോഡ് അറേ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.